മക്കളെ, ഇങ്ങനെ ഒരു ചിരാത് രാവിലെ 6 മണിക്കും വൈകുന്നേരം 6 മണിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു ചിരാതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കുറച്ച് മരുന്നുകളാട്ടോ. കൊതുകിന് ഈച്ചയ്ക്കൊക്കെ ഭയങ്കര ഇതാണ്. ഇവരൊക്കെ ചത്തു വീഴും, അല്ലാത്തവരൊക്കെ പാറി രക്ഷപ്പെടും. നമ്മളെ വീടിൻ്റെ പരിസരത്ത് പിന്നെ ഈച്ചയും കൊതുവും പ്രാണികൾ ഇപ്പം ഈ മഴ പെയ്തപ്പോൾ കണ്ണി കണ്ട വണ്ട് എന്തൊക്കെ നമ്മളെ വീട്ടിൽ വരുന്ന കേട്ടോ. അതിനെയൊക്കെ തുരത്താൻ പറ്റിയ ഒരു ഒന്നാം തരം റെമഡിയാണിത്. അപ്പോൾ ഇത് എന്താണെന്ന് കാണാൻ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് വേണ്ടത് കണ്ടു. ഇങ്ങനെ ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, അത് നമ്മൾ അത്യാവശ്യം വറുത്ത് പൊടിക്കുക. ഇത് നമ്മളിങ്ങനെ വറുത്ത് പൊടിക്കണം, എങ്കിലാണ് ഇതിൻ്റെ മണം നല്ലതായിട്ട് കിട്ടുള്ളൂ. പെരിഞ്ജീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറികൾക്ക് രുചി മണവും കൂട്ടണ ഒന്ന് തന്നെയാണ്. പക്ഷേ കൊതുകിനെ തുരത്താനും ഇത് വമ്പനാട്ടോ, ഒന്നാമനാണ്. ഈ മണം കൊതുക് ഇതിന് ഭയങ്കര ഇതാണ്. അതുകൊണ്ട് കൊതു നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും, അല്ലെങ്കിൽ ചത്തുവിടും. അപ്പോൾ ഇത് നമ്മൾ വറുത്താലാണ് കൂടുതൽ മണം കിട്ടുന്നത്. പിന്നെ പച്ചയ്ക്ക് ചതയ്ക്കണവരും ഉണ്ട്, പക്ഷെ ഞാനിത് വറുത്തിട്ടാട്ടോ പൊടിച്ചത്. എനിക്ക് പനി വന്ന് കിടന്നപ്പോൾ ഫാൻ ഇടാൻ പറ്റുന്നില്ല, ഭയങ്കര തണുപ്പ്. അപ്പോൾ ഞാൻ പുതച്ചു കിടന്നു. പക്ഷേ എൻ്റെ ഈ ചെവി, മൂക്ക്, കണ്ണ് ഇവിടെയൊക്കെ വന്നിട്ട് കൊതുകടി ഇറങ്ങി. അപ്പോൾ മോൻ്റെ അച്ഛനാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് കൊടുന്ന് കത്തിച്ചത്, ഇങ്ങനെ ഒരു തിരി. അതോട് കൂടിയിട്ട് ഒരു കൊതു പോലും എന്നെ കടിച്ചില്ല കേട്ടോ. എനിക്കത് ദൃഷ്ടാന്താണ്. അപ്പോൾ അത് 100% വിജയിക്കണ ഒരു കാര്യമാട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിഞ്ജീരകം തന്നെയാണ്. അപ്പോൾ അത് ഏകദേശമൊക്കെ വറുത്തു. ഇനി ഇത് നമുക്ക് നന്നായി പൊടിച്ചെടുക്കണം. ഇനി നിങ്ങളെ ഇത് ഇടികല്ലിലിട്ട് ചതച്ചാൽ മതി കിട്ടുമോ. അല്ല, ഇനി അമ്മിയുള്ളവരാണെങ്കിൽ അമ്മിയിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്കിത് ചതച്ചെടുക്കാം. നല്ല ഒന്ന് ചതഞ്ഞാൽ മതി, നൈസായി പൊടിയണമെന്നൊന്നുമില്ല. ഇതിൻ്റെ മണം കൂടുതലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ നന്നായി ചതച്ചെടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പച്ചമഞ്ഞളാണ്. ഇനി നിങ്ങൾക്ക് മഞ്ഞളിൻ്റെ പൊടിയാണെങ്കിൽ ഒരു ദോഷവുമില്ല. പക്ഷേ എന്തുണ്ടെന്നോ, നമ്മളുടെ വീട്ടിലുള്ള മഞ്ഞളുണ്ടല്ലോ, അത് പൊടിച്ചെടുത്ത പൊടി, നാച്ചുറൽ പൊടി എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. എങ്കിലാണ് ഇതിന് കൂടുതൽ വീര്യമുള്ളൂ. കണ്ടല്ലോ. അപ്പോൾ ഇതൊരു കഷ്ണം നമ്മളിങ്ങനെ ചതയ്ക്കുക. മഞ്ഞൾ ചതച്ചു. അപ്പോൾ നമ്മളെ കറികളിലേക്ക് മാത്രമല്ല കേട്ടോ, ഒരുപാട് നമ്മളെ മഞ്ഞളിന് നല്ല കഴിവാട്ടോ. ഏത് അണുക്കളെയും നശിപ്പിക്കും. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും അന്തരീക്ഷത്തിൽ വല്ല അണുക്കളോ പൊടി പൊല്യൂഷൻ അങ്ങനത്തേൻ്റെയൊക്കെ ദോഷം നമ്മളെ റൂമുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് തുരത്തി പോകും കേട്ടോ. നമ്മൾ ഈ മഞ്ഞളിൻ്റെ ഒരു പുക ഇങ്ങനെ വീട്ടിൽ നിറഞ്ഞാലേ, അപ്പോൾ നമുക്ക് അത് വളരെ നല്ലതാണ്. അപ്പോൾ പിന്നെ വേണ്ടത് നമുക്ക് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയുടെ ഗന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈച്ചയ്ക്കും കൊതുവിനും ഒന്നും, പിന്നെ ഈച്ച ശല്യം പോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കൊതു മാത്രമല്ല ഈച്ചയും. ഇപ്പോൾ ഈച്ചയുണ്ടല്ലോ മഴ പെയ്തോട് കൂടിയിട്ട്, അപ്പോൾ ഈച്ചയും പോയി. എൻ്റെ അനുഭവം കൊണ്ട് പറയാം, ഈച്ചയില്ല വീട്ടിൽ. ഇത് കത്തിച്ചോട് കൂടി ഈച്ചയും പോയി. പിന്നെ നമ്മളെ ഗ്രാമ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മസാലക്കൂട്ടുകളിൽ മാത്രമല്ല കേട്ടോ, ഇത് വീട്ടിലൊരു പോസിറ്റീവ് എനർജിയാണ്. നമ്മളെ ഗ്രാമ്പും പച്ചമഞ്ഞളും കത്തണ പുക ഉണ്ടല്ലോ, നമ്മളെ വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ നമ്മളെ ഗ്രാമ്പു ഇതിൽ ചേർത്തിക്കോളൂ. അപ്പോൾ ഇത് നെഗറ്റീവ് എനർജികളെ മുഴുവൻ തുരത്തും. കൊതുവിനെയും ഈച്ചയും മാത്രമല്ല, ഒരു നെഗറ്റീവ് എനർജി നമ്മളെ വീട്ടിൽ നിൽക്കില്ല. അപ്പം നമുക്ക് ഗ്രാമ്പു ഇതിൽ നിങ്ങൾ സാധിക്കണവരൊക്കെ ഗ്രാമ്പു ഇടണം കേട്ടോ. ഇനി ഗ്രാമ്പു ഇല്ലാത്തവരെ നിങ്ങൾ മഞ്ഞളും പിന്നെ എന്താ പറയുക, നമ്മളുടെ ഇതുണ്ടല്ലോ, എന്താ പറയുക, വെളുത്തുള്ളി, പെരിഞ്ജീരകം, അത് ഇല്ലാത്തവരെ എല്ലാം ഉള്ളവരൊക്കെ ഗ്രാമ്പു ചേർക്കണം കേട്ടോ. ഗ്രാമ്പു നമ്മളെ വീട്ടിലേക്ക് ഒന്നാമനാ. പിന്നെ നമ്മൾ കണ്ട പച്ചക്കർപ്പൂരം, ഇതും നമ്മളെ വീട്ടിലുള്ള ക്ഷുദ്രജീവികളൊക്കെ പുറത്ത് പോകാനുള്ളത് തന്നെ കേട്ടോ. ഇതിൻ്റെ മണം കൂടി ആയാൽ പിന്നെ പറയേണ്ടതില്ല. ഇത് നമ്മൾ കുത്തിച്ചതയ്ക്കൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് നിങ്ങൾക്ക് 2 തരത്തിലുണ്ടാക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് എണ്ണ കാച്ചിയിട്ട് ഈ എണ്ണ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു കുപ്പിയിൽ ഒഴിച്ച് വെക്കുക. ഡെയിലി വൈകുന്നേരങ്ങളിൽ നല്ലെണ്ണയിലാണ് കേട്ടോ ഇത് കാച്ചേണ്ടത്. ഇത് നല്ലെണ്ണയിലിട്ട് മൂപ്പിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾ പെരിഞ്ജീരകം പൊടിക്കേണ്ടതില്ല കേട്ടോ. പെരിഞ്ജീരകം നിങ്ങളൊന്ന് ചതച്ചാൽ മതി, നമ്മൾ വറുത്ത് പൊടിക്കേണ്ടതില്ല. എന്നിട്ട് നിങ്ങൾക്കത് എണ്ണയ്ക്ക് വെക്കാം, എന്നാൽ ഡെയിലി കത്തിക്കുക കേട്ടോ. ഇത് ഞാൻ എളുപ്പത്തിൽ കാണിച്ചു തരികയാണ് 2 തരത്തിലുണ്ടാക്കാന്നുള്ളത്. ഇനി നമ്മൾ നല്ലെണ്ണ ഒഴിക്കുകയാണ്, കണ്ടോ. നല്ലെണ്ണ അല്ലെങ്കിൽ വേപ്പെണ്ണ ഉള്ളൊരു വേപ്പെണ്ണ ഒഴിച്ചോളൂ കേട്ടോ. ഇനി ഇതുണ്ടല്ലോ നമ്മളെ വേപ്പില, ആര്യവേപ്പില വീട്ടിലുള്ളവർക്ക് ഇതിൽ അത് ഉണക്കി പൊടിച്ചിടാം കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ എല്ലാം നല്ലതാണ്. അപ്പോൾ ഇത്ര മാത്രം ആയാലും നമ്മളെ വീട്ടിൽ നിന്ന് കൊതു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പച്ചക്കർപ്പൂരം കണ്ടോ, അതിൻ്റെ മുകളിൽ പൊടിച്ചിടുകയാണ്. ഇനി നമ്മൾ കണ്ടോ ഇതിൽ പൊടിച്ചിടുകയാണ്. ഇനി നമ്മൾ തിരി വെച്ചിട്ട് കാണിച്ചു തരാം.
അപ്പം നമ്മളിങ്ങനെ കത്തിച്ചിങ്ങനെ നമ്മളെ വീട്ടിൽ രാവിലെ നേരത്തെ ഒരു 6 മണി സമയത്ത് നമുക്ക് നല്ല കൊതുകുണ്ട്. അപ്പോൾ എണീറ്റ വഴിക്ക് നിങ്ങൾ ഇതിങ്ങനെ ഇട്ടിട്ട് കത്തിച്ച് വെക്കുക. അതുപോലെ സന്ധ്യയ്ക്കും നിങ്ങളിങ്ങനെ കത്തിച്ച് വെക്കുക. ഇതിനി കെട്ടാലും ഇതിൽ ചെറിയൊരു പുക ഉണ്ട്. ആ പുകയാണ് കേട്ടോ നമ്മൾക്ക് ഈ കൊതുകിന് പറ്റാത്തതേ. വേപ്പെണ്ണ എടുത്താലും നല്ലതാണ്, നല്ലെണ്ണ എടുത്താലും നല്ലതാണ്. ഞാൻ നല്ലെണ്ണയാണ് എടുത്തിട്ട് ഇരിക്കണത്, വേപ്പെണ്ണ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ നമ്മളോട് കത്തിച്ച് നല്ലെണ്ണയിൽ തന്നെയാണ്, യാതൊരു ഇതുമില്ല. പിന്നെ കൊതു നമ്മളെ വീട്ടിൽ ഈ സ്മെല്ല് കാരണേ വീടിൻ്റെ പരിസരത്ത് പിന്നെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം മക്കളെ. കൊതുവിനെ ഓടിക്കാൻ നമുക്ക് ഈ ചിരാത് വേണമെന്നില്ല കേട്ടോ. ഇതിൽ ചിരാതിൽ തന്നെ വെക്കാവൂ. ചിരാതില്ലാത്തതുകൊണ്ട് എനിക്ക് കത്തിച്ച് വെക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നുമില്ല കേട്ടോ. ചെറിയ കുട്ടി ഡബറ, കുട്ടി പ്ലേറ്റ്, അതിലൊക്കെ ഈ ചതച്ച സാധനങ്ങൾ നിങ്ങൾ തന്നെ ഇടുക. എന്നിട്ട് നമ്മൾ കുറച്ച് നല്ലെണ്ണ, വേപ്പെണ്ണ എന്താ ഉള്ള വെച്ചാൽ 2-ൽ 1 എണ്ണ, വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പുകയാണ് പറ്റാത്തത് കൊതുവിനും ഈച്ചയ്ക്കൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതിലിങ്ങനെ ഒരു തിരി ഇട്ടിട്ട് എന്തിലാണെങ്കിലും ഒരു പാത്രത്തിലേന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ചിരാതിൽ കാണിച്ചു വെച്ചിട്ട് ചിരാതില്ലല്ലോ ആരും സങ്കടപ്പെടേണ്ട. അപ്പോൾ നമ്മളെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആരും മറക്കരുത് കേട്ടോ. അത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ വീട്ടിലൊരു സുഗന്ധം കൂടിയാണ് മക്കളെ, ഒരു പോസിറ്റീവ് എനർജിയും കൂടിയാണ്. അത് കാരണം ഒരു ക്ഷുദ്രജീവിയും വരുന്നില്ല, പാറ്റടക്കം വരുന്നില്ല. മിറ്റത്ത് കൂടെ ഒക്കെ പാറ്റ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടാൽ പാറ്റ ആദ്യം അകത്തേക്കാണ് വരാറ്. TV നമ്മൾ എല്ലാ ലൈറ്റും ഓഫാക്കിയാലും TV ഉണ്ടാവും. ആ TVയുടെ ലൈറ്റ് കണ്ടിട്ട് പാറ്റ ഏതെങ്കിലും വരലുണ്ട്. പക്ഷേ ഇന്നലെ ഇവിടെ പാറ്റ പൊരിഞ്ഞപ്പോൾ ഒരു പാറ്റ പോലും നമ്മൾ അകത്തേക്ക് വന്നില്ല. അപ്പോൾ നിങ്ങൾ പാറ്റയ്ക്കും ഈച്ചയ്ക്കും കൊതുകിനൊക്കെ ഇത് ഉത്തമമാണ്. എല്ലാവരും കത്തിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണം. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനൊന്ന് അനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസ് സംബന്ധമൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.